അങ്ങനെ നമ്മളാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കിടിലം പോലത്തെ സ്റ്റോൺ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെന്തായാലും ഞാൻ എഎഫ്കെയും കാര്യങ്ങളൊന്നും നിന്നിട്ട് മൈനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ഒരു കിടിലം നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴേ നെതർ പോർട്ടലിന്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നെതർ പോർട്ടൽ ഉണ്ടാക്കാണ്ടാന്നാണ് വിച്ചത്. പക്ഷെ എന്തായാലും നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ട് നമുക്കെന്തായാലും ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാം. അപ്പോ അതിനേക്കാൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നല്ലേ? തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യ്. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 200 സബ്സ്ക്രൈബർ ആവാറായി. തൊട്ടിലാറിച്ചാ നിൽക്കുന്നുള്ളത്. എന്തായാലും മസ്റ്റായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളെ കയ്യിലാണെങ്കിൽ ഓൾറെഡി ഡയമണ്ട് പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. ഞാൻ എന്നെപ്പോഴും ഉണ്ടാക്കിയതാണ്. മുമ്പത്തെ ഏതെങ്കിലും എപ്പിസോഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയും. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ കുറച്ചധികം ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആർമറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്തത് അറിഞ്ഞിട്ട് തന്നെയാണ്. നമുക്ക് ഈ ഒരു സീരീസ് വളരെയധികം സ്ലോ ആയിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് മാത്രമാണ്. പെട്ടെന്ന് ഓപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ഒരു സുഖവും ഉണ്ടാവത്തില്ല. അതുപോലെ നമ്മളെ മീനുക്കുട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ പൂച്ചയും ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പൂച്ചക്കാണെങ്കിലേ കുറേയധികം പേരും കാര്യങ്ങളൊക്കെ കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കാം. പക്ഷെ ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തന്നെ കൺഫ്യൂഷനായി. നമുക്കെന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു പേര് നമുക്ക് ഇടാം. പക്ഷെ അത് ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ. ഇനിയും കമന്റൊക്കെ വരട്ടെ. എനിക്ക് തന്നെ ഭയങ്കര അധികം കൺഫ്യൂഷൻ ഇങ്ങനെ എൻ്റെ കുട്ടി ബ്രെയിനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളെ മീനുകുട്ടിക്കാണെങ്കിൽ ഒരു 30 ലൈക്ക് അങ്ങ് അടിച്ച് പൊട്ടിക്കുക. എന്തായാലും മീനുകുട്ടിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടോ, നിങ്ങളെയാണ് നോക്കുന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നെതർ പോർട്ടലില്ലേ ഈ ഒരു സൈഡായിട്ട് ഉണ്ടാക്കാമെന്നാണ്. നമുക്ക് നമ്മളെ ബിൽഡ് മൊത്തം ഈ ഒരു ഐലൻഡിൽ ഉണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നുള്ളത്. കാരണം അപ്പുറത്തെ ഐലൻഡ് എൻ്റെ ബാക്കിൽ നിന്ന് എന്തോ അപ്രത്യക്ഷമായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പുറത്തെ ഐലൻഡ് ഒരു മെനയും ഇല്ല. അവിടെ ബിൽഡ് ചെയ്യാൻ ഒരു രസമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ബിൽഡും ഈ ഒരു ഐലൻഡിൽ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം നമ്മളെ നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് അടുത്തതിൻ്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ കിടിലം പോലത്തെ പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. സെലക്ട് ചെയ്യണം എന്നൊക്കെ റീലൊക്കെ പോയി എന്നാ തോന്നണേ. അയ്യോ, കിടിലം പോലത്തെ പൂച്ച, എനിക്കിതിനെ വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ മീമിയൊന്നും ഇല്ല കൊടുത്ത് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് പോയിട്ട് കുറേയധികം ഒബ്സിഡിയനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ നമ്മളോടാണെങ്കിൽ ഈ ഒരു ബ്രോ കുറേ ദിവസമായി നമ്മളെ വേൾഡിന്റെ സീഡ് ചോദിക്കണം. എന്തായാലും നമുക്ക് ഈ ഒരു വേൾഡിന്റെ സീഡ് എടുക്കാം. ഞാൻ അന്നൊരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു വേൾഡിന്റെ സീഡ്. അപ്പൊ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്യാത്തവർക്കായിട്ട് ഞാൻ താഴത്തെ ഡിസ്കോഡ് ചാനലിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പൊ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. എനിക്ക് ഡിസ്കോഡിനെ പറ്റി അങ്ങനെ ABCD എന്ന് അറിയത്തില്ല. പിന്നെ മൈൻക്രാഫ്റ്റ് സെർവർ ആണെങ്കിൽ ഞാനങ്ങനെ പൊളിച്ച് കൈ തന്നേനെ. ഓക്കെ, എന്തായാലും നിങ്ങളെല്ലാവരും ഫോളോയും കാര്യങ്ങളൊക്കെ ചെയ്യുക. സോറി, ഫോളോ ചെയ്യാൻ ഇത് ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ. ഡിസ്കോഡിലൊന്ന് ജോയിൻ ചെയ്യാട്ടോ. അപ്പോൾ നമ്മളെ ലാവ പൂളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലാണ് പോകുന്നത്. ഇവിടുന്ന് ഇനി കുറച്ച് നീന്തി കഴിഞ്ഞാൽ നമ്മൾ ലാവ പൂളിലേക്ക് എത്തി. അപ്പം ഞാനാണെങ്കിലേ ഇവിടുന്ന് ഡയറക്റ്റ് വെള്ളം ഒഴിക്കാണ്ട് ഇവിടുന്ന് ലാവ എടുത്തിട്ട് നേരെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ അയ്യോ ചത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഡയറക്റ്റ് ഇവിടത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ ഒരു എൻ്റയർ ലാവ പിന്നെ ഇല്ലാണ്ടാവും. പിന്നെ നമുക്ക് ലാവ കിട്ടാൻ അത്യാവശ്യം ടാസ്ക് ആണ്. ഞാനൊരു മണ്ടത്തരം കാണിച്ച് ഞാനാണെങ്കിൽ ഇവിടെ മൊത്തം വെള്ളം ഒഴിച്ചു പോയി അറിയാണ്ട്. ഇവിടെ ഒരു ബ്ലോക്കിൽ വെള്ളം ഒഴിക്കാനാണ് നോക്കിയത്. പക്ഷെ ഇവിടെ ആയിപ്പോയി ടച്ച് ചെയ്തത്. അങ്ങനെ ഇവിടെ മൊത്തം ഒബ്സിഡിയനായി. എന്തായാലും ഇവിടെ കുറച്ച് ലാവയും കൂടി ഉണ്ട്. നമുക്കിനി സൂക്ഷിച്ചുപയോഗിക്കണം. ഞാൻ എന്തായാലും ഇത്രത്തോളം ഒബ്സിഡിയൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മൈൻ ചെയ്തെടുക്കണം. അങ്ങനെ ആദ്യത്തെ ഒബ്സിഡിയൻ എന്തായാലും മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ മൈൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കാണെങ്കിൽ ഏകദേശം 17 ഒബ്സിഡിയനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്കിനും ഒബ്സിഡിയൻ ആവശ്യമാണ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഇതേ പ്രോസസ്സ് ഒന്നും കൂടി ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അയൺ ഫാർമിലത്തെ അയണൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിറഞ്ഞു കവഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കപ്പാസിറ്റി ഇനിയും ഇൻക്രീസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് അത് ചെയ്യാം. ഏകദേശം 31 ഒബ്സിഡിയനും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബിൽഡ് ഞാൻ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാര്യം ഇതെനിക്ക് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ആക്കണമെന്ന് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറേയധികം ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേയധികം ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് ബിൽഡൊക്കെ ചെയ്യുമ്പോൾ അതിലത് ആഡ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പകുതിയും ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്നത്.
അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി ബിൽഡിങ്ങിലൊക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആയത്. മുമ്പ് ഇതിനേക്കാളും ഷോക്കായിരുന്നു. അപ്പൊ ആ ട്യൂട്ടോറിയലില് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് ഈ ഒരു ചെസ്റ്റിൽ വെക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ചധികം ലീവ്സ് വേണം. ഓൾറെഡി എൻ്റെ കയ്യിൽ 13 ലീവ്സ് ഉണ്ട്. അതിന് പുറമെ കുറച്ചും കൂടി വേണം. അപ്പൊ ഇവിടെ ഒരു ഓക്കിന്റെ ഒരു ട്രീ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുക്കാം. ഏകദേശം ഒരു 16 ലീവ്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മളതിൽ ഓൾറെഡി 13 ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി മൈൻഡ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഏകദേശം 23 ലീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഡീപ് സ്ലേറ്റിന്റെ കുറച്ച് വാള് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിന്റെ അടുത്ത് പോവാം. നമുക്ക് ഒരു 4 ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ട, നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു 4 ഡീപ് സ്ലേറ്റിന്റെ വാളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെയിനും കൂടി ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു അയണൊക്കെ എടുത്തിട്ട് ഇങ്കട്ടാക്കി മാറ്റിയിട്ട് ഒരു 4 ചെയിൻ ഉണ്ടാക്കാം. ഓക്കെ, അതും സെറ്റായി. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലീവ്സ്, അയൺ ചെയിന്, അതുപോലെ തന്നെ ഈ ഒരു ഡീപ് സ്ലേറ്റ്, പിന്നെ നമ്മളടുത്ത് ഒരു സാധനം ലാൻഡേൺ, ഞാൻ വിചാരിച്ചത് മറന്നുപോയി. ലാൻഡേൺ എടുത്തു, പിന്നെ സ്റ്റേഴ്സ് എടുത്തു. അങ്ങനെ കുറേ അധികം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിൽഡിന് വേണം. അപ്പൊ അത് മൊത്തത്തിൽ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ഇനി എടുക്കാൻ ബാക്കിയുള്ളത് ഓക്കിന്റെ ലോഗാണ്. അപ്പൊ അതൊരു 57 ഓക്ക് ലോഗ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് എന്തായാലും കളക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു താഴത്തായിട്ട് കുറെ അധികം ഓക്കിന്റെ മരം ഉണ്ട്. അപ്പൊ അതിനൊരു സീനും ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ എന്തായാലും കുറച്ചധികം തന്നെ ഓക്കിന്റെ ലോഗ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ആ ഒരു നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് നേരെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ആദ്യത്തെ പരിപാടി ഇതുപോലെ ഇവിടുന്ന് 3 ബ്ലോക്ക് ഒഴിവാക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് ഇതുപോലെ ഒബ്സിഡിയൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഒരു 7 ബ്ലോക്ക് 2 സൈഡും നമുക്ക് പൊക്കണം. അങ്ങനെ നമ്മൾ 2 സൈഡും ഒരുപോലെ 7 ബ്ലോക്ക് ഹൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഒരു ഡേർട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് 2 ബ്ലോക്ക് ഒബ്സിഡിയൻ, അല്ല സോറി, 3 ബ്ലോക്ക് ഒബ്സിഡിയൻ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് നേരെ താഴോട്ടേക്ക് ഇറങ്ങാം. എന്നിട്ട് ഈ ഒരു ടെമ്പററി ബ്ലോക്ക് പൊട്ടിക്കാം. അതുപോലെ തന്നെ ഇതും പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു നെതർ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഓക്ക് ലോഗ് എടുത്തിട്ട് ഇതുപോലെ 4 കാലിന്റെ സൈഡിലായിട്ട് 8 ബ്ലോക്ക് ഹൈറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. മുകളിലോട്ടേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. എന്തായാലും ഞാൻ 8 ബ്ലോക്ക് ഹൈറ്റിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് 4 സൈഡും. അതുപോലെ തന്നെ ഇനി അടുത്ത പരിപാടി ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും കണക്ട് ചെയ്തെടുക്കണം. ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് ഓക്ക് വെക്കാം. ഇവിടെയും അതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ സ്ട്രീപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മൾ ഈ ഒരു നെതർ പോർട്ടലിന്റെ ലുക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഞാൻ എടുക്ക എവിടെയെങ്കിലും വെച്ചിട്ട് ഫാർം എന്ന് പറഞ്ഞു, എനിക്ക് അതുപോലെ ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഈ രാത്രിയൊക്കെ റെക്കോർഡ് ചെയ്യണോണ്ട് റീലൊക്കെ പോയി കിടക്കാണ്. അപ്പം ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഈ ഒരു പ്രൂസിന്റെ സ്റ്റേസ് എടുത്തിട്ട് ഇവിടെ ഒന്ന്, അതുപോലെ ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്നും, ഇതേപോലത്തെ സെയിം സംഭവം നമുക്ക് ഈ ഒരു 3 സൈഡും കൂടി ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ആ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള ഈ ഒരു പ്രൂസിന്റെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇതുപോലെ എല്ലാത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെ അതും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ട്രാപ്പ് ഡോർ വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണം. അങ്ങനെ ലാസ്റ്റത്തെ ട്രാപ്പ് ഡോറും വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഓക്കിന്റെ ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു എന്താണ് ഇതിന്റെ പേര്, സൈൻ ബോർഡ്, ഇതെടുത്തിട്ട് ഇവിടെ ഒന്ന്, അതുപോലെ തന്നെ ഇവിടെ ഒന്ന്, അതേ സെയിം സംഭവം നമുക്ക് ഇവിടെയും കൂടി ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ചുറ്റും മൊത്തം നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ സൈഡും ഞാൻ ഈ ഒരു സൈൻ ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് മാത്രമായിട്ട് ഒന്നും കൂടി ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സൈൻ ബോർഡ് എക്സ്ട്രാ. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഡേർട്ട്, അതായത് ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് കുറച്ച് ഹൈറ്റിലേക്ക് പോയിട്ട് കുറച്ച് സ്റ്റേഴ്സ് വെക്കാനുണ്ട്. ഈ ഒരു സ്റ്റേഴ്സ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നേരെ താഴത്തായിട്ട് ഇവിടെയും വെച്ച് കൊടുക്കണം. അതുപോലെ ഇവിടെയും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടക്കണം. അതുപോലെ ഇവിടെയും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചു വെക്കണം. എന്നിട്ട് ഒരു സ്റ്റേഴ്സും കൂടി എടുത്തിട്ട് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ നേരെ താഴത്ത് നമുക്കൊരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇതേപോലെ നമുക്ക് അപ്പുറം സൈഡും കൂടി ചെയ്തെടുക്കാം. എന്തായാലും 2 സൈഡും ഇതുപോലത്തെ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ വാളും അതുപോലെ തന്നെ ഈ ഒരു ചെയിനും പിന്നെ ഈ ഒരു ലാൻഡനും വെക്കുന്ന പരിപാടിയാണുള്ളത്. അപ്പോൾ ഈ ഒരു വാള് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്ലോക്ക് നമുക്ക് താഴത്ത് പോവാം. എന്നിട്ട് നമ്മളെ ഫെൻസ് ഉണ്ടല്ലേ, ഈ ഒരു പ്രൂസിൻ്റെ ഫെൻസ്, ഓക്കെ, ഈ ഒരു ലാൻഡൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൂസിൻ്റെ ഫെൻസ് ഒന്ന് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്ലോക്കും കൂടി താഴത്ത് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് നേരെ ലാൻഡിൽ ഇറങ്ങാം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ചെയിൻ തൂക്കി കൊടുക്കാം.
അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇവിടെയും ഒരു ചെയിൻ തൂക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലായിട്ട് ലാൻഡേൺ തൂക്കി വെക്കാം. അങ്ങനെ നമ്മൾ ലാൻഡേണും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇവിടെയും ചെയ്തെടുക്കണം. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞിരുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലല്ലേ? ബുദ്ധിമുട്ട് ഉള്ള പോലെ എനിക്കെന്തോ ഒരു ഫീലിംഗ് വന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വീണ്ടും നമുക്കിനി സ്റ്റേഴ്സ് കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു സ്റ്റേഴ്സ് ഇവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു സ്റ്റേഴ്സ് എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ ഇങ്ങോട്ട് ഫേസ് ചെയ്യണ രീതിക്ക് ഒരു സ്റ്റേഴ്സ് വെച്ച് കൊടുക്കണം. അതുപോലെ ഇങ്ങോട്ട് ഫേസ് ചെയ്യണ രീതിക്ക് ഒരു സ്റ്റേഴ്സ് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് താഴെ കിട്ടിയ പോലെ തന്നെ ഒരു ഡിസൈൻ വീണ്ടും മുകളിലേക്ക് കിട്ടും. എന്നിട്ട് ഇതേ സെയിം സംഭവം നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഒരു പ്ലെയിൻ ഡിസൈൻ ആണ്. നമുക്ക് അതുപോലെ ഇവിടെയും ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡും ഞാൻ അതേപോലത്തെ സെയിം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഉള്ളത് മുകളിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ ടോപ്പിലേക്ക് കയറിയിട്ട് നമ്മളതിലുള്ള ഈ ഒരു ഓക്കിന്റെ ലോഗോ എടുത്തിട്ട് നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഇങ്ങനെ വെച്ച് പോണം. എന്നിട്ട് ഇത് മൊത്തത്തിൽ സ്ട്രീപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ട്രാപ്പ് ഡോർ എടുക്കണം. അതുപോലെ തന്നെ ഓക്കിന്റെ ലീവ്സ് എടുക്കണം. എന്നിട്ട് ഇനി ചെയ്യാനുള്ളത് നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്ലാബ് എടുത്തിട്ട് ഇവിടെ ഒന്ന്, അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ ഒന്ന്, പിന്നെയും ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ ഒന്ന്, അതേപോലെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കണം. അതുപോലെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ലീവ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി പിടിച്ച് വെച്ച് കൊടുക്കണം. അതേപോലെ ഇപ്പുറം സൈഡും ചെയ്തെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടി ചെറുതായിട്ടൊന്ന് താഴെ വീണ് ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, രണ്ട് സൈഡും ഞാൻ ലീവ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീഫിനെ നോക്കിയിട്ട് ഇവിടെ ആയിട്ടൊരു സ്ലാബ് വെക്കണം. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും ഇവിടെ നോക്കിയിട്ട് ഒരു സ്ലാബ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ട്രാപ്പ് ഡോർ ഉണ്ടല്ലോ, ഇത് കയ്യിലെടുത്തിട്ട് ഇവിടെ ഒരു ട്രാപ്പ് ഡോറ്, അതുപോലെ ഇവിടെ ഒരു ട്രാപ്പ് ഡോറ്, ഇവിടെ ഒരു ട്രാപ്പ് ഡോറ്, ഇവിടെയും ഒരു ട്രാപ്പ് ഡോർ, ഒരു ഷെയർ ഡോർ, അതുപോലെ ഇവിടെയും വെച്ച് കൊടുക്കണം. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം. അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ലീവ്സ് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. ഇനി അപ്പുറം സൈഡും കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ താഴത്തായിട്ട് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അതും കൂടി ചെയ്തെടുത്താലേ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്റ്റേഴ്സ് എടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്ലാബ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാൻ അത്യാവശ്യം ലുക്ക് ഉണ്ടാവും. അതുപോലെ അപ്പുറം സൈഡും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ട്രാപ്പ് ഡോർ വെക്കുക, ക്ലോസ് ചെയ്യുക, അതുപോലെ അപ്പുറം സൈഡും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടുമിക്ക പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ഇനി ഇത് നേരെ കത്തിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് കവർ ചെയ്യാം. അതായത് നമ്മൾ ഒബ്സിഡിയൻ കാണുന്നുണ്ട്, അത് നമുക്ക് ട്രാപ്പ് ഡോർ വെച്ച് കവർ ചെയ്തില്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവത്തില്ല. ഓക്കെ, അത് മൊത്തം കവർ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടി കവർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു നെതർ പോർട്ടലിന്റെ പണിയില്ലേ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടോ. ഇതാണ് നമ്മൾ ഈ ഒരു സൈഡ് ലുക്ക്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെയാണ് ലുക്ക്. ഇനി ഇത് കത്തിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഭംഗി ഇതിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനിനെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ ഒട്ടുമിക്ക ബിൽഡും മൊത്തത്തിൽ പ്രൂസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അതും ഒരു പ്രൂസ് തീമിൽ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എന്നെ ചൂസ് ചെയ്ത കാരണം. പിന്നെ അത്യാവശ്യം കാണാനും നല്ല രസമുണ്ടല്ലോ. രസമില്ലേ? രസമുണ്ടെന്ന് പറയണം കേട്ടോ. രസമുണ്ട്, അത്രേ ഉള്ളൂ, രസമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നെതർ പോർട്ടൽ കത്തിക്കണമെങ്കിൽ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വേണം. അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളതിൽ എവിടെയൊക്കെ ആയിട്ട് ഫ്ലിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അയണ് നമുക്ക് പിന്നെ പഞ്ഞുമില്ലല്ലോ, അതുകൊണ്ട് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലിന്റ് കണ്ടുപിടിക്കാം. അങ്ങനെ ഞാൻ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാട്ടിലാണ് സ്പോൺ ആക്കണതെന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഇതേ പോർട്ടലിലേക്ക് തിരിച്ച് വരുമോയെന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും കത്തിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളെ നെതർ പോർട്ടൽ കത്തിച്ച് ഇപ്പം കണ്ടു. നല്ല രസമില്ലേ കാണാൻ വേണ്ടി? ഇതേപോലെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കാണാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണ്. നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറി പോവാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കയറിപ്പോകും. ഏത് പാതാളത്തിലാണാവോ സ്പോണാക്കണേ? എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ഒന്നും ചെയ്യണില്ല, നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, ലോഡ് ആവണുണ്ട്. എന്ത് സംഭവിക്കും? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയത്. ഓക്കെ, ഞാൻ എന്ത് ബയോമ് കിട്ടണ്ടെന്ന് വിചാരിച്ച് അതന്നെ എനിക്ക് കിട്ടി. ഇതൊരുമാതിരി പന്ന ബയോമായി പോയിട്ടോ. നമുക്ക് എന്തായാലും ഫ്രീ ക്യാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റുഭാഗം ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഒരുമാതിരി ബയോമായിട്ടോ. ഇവിടെയാണെങ്കിൽ മറ്റേ സൂനയുണ്ട്, പൊന്തിന്താന്നും കളിക്കണ സാധനം. അതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കണ്ട. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി എന്ത് ബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഐഡിയ വെച്ചിട്ടായിരിക്കും ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണോ, ഇതുപോലെ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ബിൽഡ് ചെയ്യണമെന്നും കൂടി പറയാം.
എന്തായാലും ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ബിൽഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി രസം. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കില് നല്ല നല്ല ബിൽഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ. നിങ്ങള് പോയിട്ട് അടുത്ത എപ്പിസോഡില് വാ.